പ്രതീഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരത്തെ പ്രധാന വാർത്തകൾ? പ്രതീഷ്. ഉന്മേഷ, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് നിരവധി വാർത്തകൾ സംഭവിക്കുന്ന ഒരു ദിനം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ തലസ്ഥാനത്ത് രാജ്യാന്തര ചലച്ചിത്രമേള തുടരുന്നതിനിടെയാണ് പുതിയ വിവാദം ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ 19 സിനിമകൾക്കാണ് പ്രദർശന അനുമതി നിഷേധിച്ചിട്ടുള്ളത്. ഇതിൽ വലിയ പ്രതിഷേധം ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. 9 സ്ക്രീനുകളാണ് ഇന്നലെ റദ്ദാക്കിയത്. ഇന്ന് രാവിലെ 8 മുതൽ 10 മണിവരെ പ്രദർശിപ്പിക്കാനിരുന്ന 4 സിനിമകളുടെ പ്രദർശനം റദ്ദാക്കിയിട്ടുണ്ട് എന്ന ഡെലിഗേറ്റുകൾക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം അനാവരണം ചെയ്യുന്ന സിനിമകളും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന സിനിമകളുമാണ് പ്രധാനമായും ഈ റദ്ദാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അനുമതി നിഷേധിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഇന്നും IFFK വേദികളിൽ ഉണ്ടാകും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. മറ്റൊന്ന് ഈ രാഷ്ട്രീയ വാർത്തയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ LDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. CPIM ഇന്നലെ ചേർന്ന നേതൃയോഗത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് നടത്തിയത്. പക്ഷേ അത് തള്ളിക്കൊണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്ന് CPI നിർവാഹക സമിതി ഇന്നലെ നിലപാടെടുത്തിരുന്നു. മുഖ്യമന്ത്രിക്കടക്കം വലിയ വിമർശനമുണ്ടായി. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം അതിൽ പ്രതിഫലിച്ചു എന്നതാണ് CPIയുടെ തന്നെ വികാരം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നേതൃയോഗം ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടത്തും. 10:30-ക്കായിരിക്കും നേതൃയോഗം ഇത് തലസ്ഥാനത്ത് നടക്കുന്നത്. ഒപ്പം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും SIT കസ്റ്റഡിയിൽ തുടരുകയാണ്. രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയ വ്യവസായിയിൽ നിന്നടക്കം മൊഴിയെടുക്കുന്ന നടപടികളിലേക്കും SIT സംഘം കടക്കും എന്നതാണ് പ്രധാനമായും അറിയാൻ കഴിയുന്നത്. ഒപ്പം ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ ഈ BJPയുടെ വിജയത്തിൽ ഇനി ആര് മേയറാകുമെന്നുള്ള ഒരു സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. VV രാജേഷിന്റെയും R ശ്രീലയുടെയും പേരാണ് തുടക്കം മുതൽ സജീവ പരിഗണനയിൽ ഉണ്ടായിരുന്നതെങ്കിലും പുതിയ പേരുകളിലേക്ക് നേതൃത്വം കടക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കരമന വാർഡിൽ നിന്ന് വിജയിച്ച കരമന അജിത്തിന്റെ പേരും നേതൃത്വം പരിഗണിക്കുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. ഈ 3 ടേമായി അദ്ദേഹം കൗൺസിലറായി തുടരുന്ന വ്യക്തിയാണ്. കോർപ്പറേഷൻ നടപടിക്രമങ്ങളുമായി കൂടുതൽ പരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി കരമന അജിത്തിന്റെ പേര് നേതൃത്വം പരിഗണിക്കുന്നുണ്ട്. ഈ രാജീവ് ചന്ദ്രശേഖർ നിലവിൽ ബംഗളൂരുവിലാണ്. അദ്ദേഹം തിരിച്ചെത്തിയ ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക. എന്തായാലും ഇന്ന് രാവിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഒക്കെ തന്നെ സംഭവിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.